ഷാജി പാപ്പൻ. ഇപ്പം നമ്മുടെ അവിടെ കമ്പളക്കാട് സെവൻസ് ഫുട്ബോളൊക്കെ നടക്കുമ്പോഴത്തേക്ക് മലപ്പുറം നിന്നൊക്കെ ടീം വരുമല്ലോ. അതെ. അപ്പം ഞാനൊരു ക്യാരക്ടറിനെ അദ്ദേഹം ഒന്ന് ജീവിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. എൻ്റെ മനസ്സിൽ ഞാൻ കുഞ്ഞായിരുന്നപ്പം ഒരു ക്യാരക്ടർ വന്നിരിക്കുകയാണ്. അപ്പോൾ പുള്ളി അവിടുത്തെ എന്തോ കപ്പ കച്ചവടക്കാരനോ അങ്ങനെ എന്തോ കച്ചവടക്കാരനാണ്. അപ്പോൾ വയനാടുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ ടൂർണമെന്റിന് പുള്ളി അവിടുത്തെ ടീമിനെ കൊണ്ടേക്കാം. അപ്പോൾ അതിൽ കുറച്ച് ആഫ്രിക്കൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. സെവൻസ് അന്ന് വൻ ആവേശമൂത്തൊരു കളിയിൽ പുള്ളിന്റെ ടീം സെമി തോറ്റുപോയി. സെമിയിലാണോ ഫൈനലാണോ തോറ്റുപോയി. അപ്പോൾ ഇവരിരുന്നിട്ട് മൂലയ്ക്കിരുന്ന് അന്ന് ആഫ്രിക്കൻസ് ഭയങ്കര വിഷമത്തിൽ കരയൊക്കെ ചെയ്യുമ്പോൾ ഇദ്ദേഹം സൈഡിലിരുന്നിട്ട് ഇദ്ദേഹമാണ് കൊണ്ടുവന്നേക്കണം ഒരു ജീപ്പിൽ 6-7 ആഫ്രിക്കൻസിനെ 2 ജീപ്പിൽ പുള്ളി വന്നേക്കാണ് മലപ്പുറത്ത് ഏതോ ഭാഗത്ത്. അപ്പം ഇദ്ദേഹം പുള്ളിയുടെ മലയാളത്തിൽ ആഫ്രിക്കാരോട് പറയാണ്, ഇജ്ജ് കരയണ്ട, കളിയാകുമ്പോ അങ്ങനല്ലേ, അത് തോക്കും, കായ് പോയൊന്നും കാര്യമാക്കണം, നമുക്ക് പോവാം, നമ്മള് സെമിയിലെത്തിയില്ലേ, ജിബാ പുള്ളിക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല. അന്ന് 10-14 പേരുണ്ടല്ലോ. ഈ 10-14 പേരെ കൂട്ടിയിട്ട് സോഡയൊക്കെ മേടിച്ചു കൊടുത്ത് നമുക്ക് ബിരിയാണി ഒക്കെ കഴിച്ച് പുറകെ പോകാന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ ആളുകളെ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ആളുകളിൽ നിന്നാണ് ഷാജി പാപ്പൻ ഇൻസ്പയർ ആയത്. ഒരു കായിക രൂപത്തിനോട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു കൂട്ടം പിള്ളേരെയും കൊണ്ട് പ്രായം മറന്ന് രക്ഷാധികാരി ബൈജു, അതുപോലത്തെ ഒരാളാണ് ഷാജി പാപ്പൻ.